കാൽമുന്ത് പിടിച്ചിട്ട് ഉമ്മാനെ കഠാര കൊണ്ട് കുത്തിമലർത്തുന്ന മക്കളുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സ്വന്തം താൽപര്യങ്ങൾക്ക് ഇംഗിതങ്ങൾക്ക് വശപ്പെടാത്തതിന്റെ പേരിൽ തന്റെ ജാടയുടെയും ജോലിയുടെയും ജീവിതത്തിന് പാകപ്പെടാത്തതിന്റെ പേരിൽ ഉമ്മമാരെ കുത്തിമലർത്തുന്ന പുതിയ മക്കളുള്ള കാലം. പ്രിയമുള്ള സഹോദരാ, ഒരു മാതാവിന്റെ സങ്കടം നമ്മൾ വായിച്ചില്ലേ കാലങ്ങൾക്ക് മുമ്പ്? ജന്മം നൽകിയ മാതാവിനോട് ഏറ്റവും അപമര്യാദയായി പെരുമാറിയതിന്റെ എത്ര ചിത്രമാണ്. ഒരു മലയാളിയായ മാതാവിന്റെ ഭർത്താവ് ഗൾഫിലാണ്, മകൻ നാട്ടിലുണ്ട്, ഉന്നത വിദ്യാഭ്യാസത്തിന് പഠിക്കുകയാണ്. എല്ലാ രാത്രിയിലും മാതാവ് കിടക്കുന്നതിന് മുമ്പ് അമ്മയ്ക്ക് മാതാവിന് പാല് കൊണ്ട് കൊടുക്കുന്ന ഒരു മകൻ വാത്സല്യത്തോടെയാണെന്ന് ഉമ്മ മനസ്സിലാക്കി. അപ്പോഴാണ് മാതാവിന് എന്നും സേവനം ചെയ്തു കഴിയുന്ന മകൻ പക്ഷേ ദിനേനയും രാത്രി തരുന്ന പാല് കുടിച്ചു കഴിയുമ്പോ മാതാവിന് എന്തോ ഒരു വശക്കേട് പോലെ. ഒരു ദിവസം അവര് കൊണ്ടുകൊടുത്ത പാല് കുടിച്ചില്ല. പാല് വാങ്ങി കട്ടിലിന്റെ അടിയിലേക്ക് വെക്കുമ്പോഴാണ് സമയങ്ങൾ കഴിയുമ്പോ ജന്മം നൽകിയ മകൻ അവന്റെ ശാരീരിക വികാരമടക്കാൻ പ്രസവിച്ച തള്ളയുടെ ശരീരത്തിലേക്ക് വരികയാണ്. ഇന്നാ ലില്ലാഹി. ഈ ലോകത്തിന്റെ ഗതി എവിടെയാണ്? നൊന്തുവെച്ച മാതാവിന്റെ ശരീരവും വികാര ശമനത്തിന് വിനിയോഗിക്കുന്ന കശ്മലന്മാര് ജീവിക്കുന്ന പുതിയ ലോകത്തല്ലേ സഹോദരാ ഞാനും നീയുമുള്ളത്? എവിടെയാണ് ലോകം വളർന്നുവെന്ന് അവകാശപ്പെടുന്നത്? 6 വയസ്സുകാരിയെ പീഡിപ്പിക്കപ്പെടുന്ന ലോകം, 60 വയസ്സുകാരി കൊട്ടിൽ കിടക്കുമ്പോഴും സമാധാനമില്ലാത്ത കാലം, ജന്മം നൽകിയ കുഞ്ഞിനെ ഇഷ്ടത്തിന് വിനിയോഗിച്ചിട്ട് കുഴിച്ചു മൂടുന്ന കാലം, എല്ലാ മൂല്യങ്ങളും തകർന്നടിഞ്ഞ ഒരു കാലമാണ്. എല്ലാ ബന്ധങ്ങളുടെയും ബന്ധങ്ങൾ അറ്റുപോകുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് എന്റെ ഈമാനുള്ള ജനതയോട് പറയട്ടെ, മോനെ, നമ്മുടെ സ്വർഗത്തിന്റെ കവാടം ഉമ്മാന്റെ കാൽക്കീഴിലാണ്. അവിടെ നീ അബദ്ധം പിണഞ്ഞു പോകല്ല മോനെ. ലോകത്തെ മഹാന്മാര് മുഴുവനും മഹാന്മാരായത് ഉമ്മമാരുടെ പൊരുത്തമാണ്. കണ്ടില്ലേ, ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വീകാര്യോഗ്യമായ ഗ്രന്ഥമായ സഹീഹുൽ ബുഖാരി, അതിന്റെ രചയിതാവായ ഇമാമുൽ ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹുവിന് കാഴ്ചയില്ല. പ്രിയപ്പെട്ട മാതാവ് മനസ്സു നൊന്തങ്ങ് ദുആ ചെയ്യുകയാണ്, റബ്ബേ, എന്റെ മകന് കാഴ്ചയില്ലല്ലോ, കാഴ്ച നൽകണേ റബ്ബേ. ആത്മാർത്ഥമായ പ്രാർത്ഥനയുടെ പരിണിതി എന്ന നിലക്ക് നബിയുല്ലാഹി വ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയാണ്, അല്ലാഹ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉമ്മയോട് പറയുന്നു, അല്ലയോ മോളെ, നിങ്ങളുടെ ദുആ സ്വീകരിച്ചിട്ട് മകന് കാഴ്ച ലഭിച്ചുപോയി. ആ ബുഖാരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി കാഴ്ച ലഭിച്ചത് ഉമ്മാന്റെ ദുആ കൊണ്ടാണ്. ഉമ്മാന്റെ ദുആ കൊണ്ടാണ്. പിൽക്കാലത്ത് മദീനയിൽ നിലാവെളിച്ചത്തിൽ നിന്നുകൊണ്ട് കിതാബ് എഴുതി താരീഖുൽ ഇമാമുൽ ബുഖാരി. ചില മഹാന്മാര് പറഞ്ഞു സഹീഹുൽ ബുഖാരിയും മദീനയിൽ വെച്ച് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഇന്നും അവിടെ മസ്ജിദുൽ ഇമാമുൽ ബുഖാരി എന്നൊരു പള്ളിയുണ്ട്. ആ പള്ളിയുള്ള സ്ഥലത്തിരുന്നുകൊണ്ടാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുന്ന് ഗ്രന്ഥരചന നടത്തുന്നത്. നിലാവെളിച്ചത്തിൽ ഗ്രന്ഥമെഴുതാൻ മാത്രം മനോഹരമായ കാഴ്ച മഹാനായ ഇമാം ബുഖാരി തങ്ങൾക്ക് ലഭിക്കുന്നത് ഉമ്മാന്റെ ദുആയാണ്, മാതാവിന്റെ പ്രാർത്ഥനയാണ്.
ഇത്രയും വലിയ അമൂല്യമാണ് മോനെ നിന്റെ ഉമ്മാന്റെ ദുആ. അതുകൊണ്ട് മാതാവിനെ വേദനിപ്പിക്കാൻ പാടില്ല, മാതാവിനെ പ്രയാസപ്പെടുത്താൻ പാടില്ല. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, അവരോട് മാന്യമായ വാക്ക് പറയണേ മോനെ. ഒരു പക്ഷേ ഇസ്ലാമിലേക്ക് വരാത്ത ഉമ്മയാണെങ്കിൽ പോലും മാതാവ് എന്ന നിലക്കുള്ള ബഹുമാനം അവരോട് കാണിക്കേണ്ടതുണ്ട്. അതല്ലേ അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ ഇസ്ലാം സ്വീകരിച്ച സമയത്ത് മാതാവ് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ഭാര്യ ഇസ്ലാമിലേക്ക്, അവിടുത്തെ ഉമ്മ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ഉമ്മയോട് ഞാൻ ബന്ധം നിലനിർത്തണോ നബിയേ? നഅം സിലി ഉമ്മകി, നിന്റെ ഉമ്മയോടുള്ള ബന്ധം മുറിക്കല്ലേ. മദീനായുടെ മഹനീയമായ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് മാതൃകയുടെ മുഴുവൻ അധ്യായങ്ങളെയും പറഞ്ഞുകൊടുത്ത് മക്കായുടെ മരുപ്പറമ്പിനെ പുഷ്പകവാടിയാക്കി മാറ്റിയ ലോകത്തിന്റെ മുഴുവനും നായകർ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരികയാണ്, ഉമ്മയോട് നല്ല സ്നേഹം വേണം, ഉമ്മയോട് നല്ല ബന്ധം വേണം. മോനെ, അപമര്യാദയുള്ള ഒരു പെരുമാറ്റവും നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല. നിനക്ക് താൽക്കാലികമായി സുഖസന്തോഷങ്ങൾ നൽകുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ ഇഷ്ടത്തിനു വേണ്ടി ഉമ്മാന്റെ ഇഷ്ടത്തെ നീ മാറ്റിവെക്കാൻ പാടില്ല, ഉമ്മാന്റെ താല്പര്യങ്ങളെ നീ മാറ്റിവെക്കാൻ പാടില്ല. ഇന്നലെ ഇങ്ങോട്ട് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പെണ്ണ് നിന്റെ ഉമ്മാനെ കുറിച്ച് അഭിപ്രായം പറയുകയാണ്. 25 കൊല്ലമായി നിന്നെ പെറ്റ് പോറ്റി വളർത്തിയിട്ട് നിന്നെ ഒരു നല്ല നിലയിൽ കാണാൻ ആഗ്രഹിച്ച് ജീവിച്ച ഉമ്മാനെ കുറിച്ച് ഇന്നലെ വന്ന പെണ്ണ് തലയണ മന്ത്രം പറയുമ്പോഴേക്ക് അഭിപ്രായം മാറ്റാൻ മാത്രം വിഡ്ഢിയാകല്ലേ മോനെ. നിന്റെ ഉമ്മാനെ കുറിച്ച് പറയാണ് നിന്റെ ഭാര്യ, ആ തള്ളയെ കൊണ്ട് കുടി എന്ന് പറഞ്ഞാൽ നീ നിന്റെ ഭാര്യയോട് പറയണം, എനിക്കെന്റെ ഉമ്മയെ അറിയുന്നത് പോലെ നിനക്കെന്റെ ഉമ്മയെ അറിയില്ല. എനിക്ക് ജന്മം നൽകിയ മാതാവ്, എന്നെ പോറ്റി വളർത്തിയ ഉമ്മ, ആ ഉമ്മയെ കുറിച്ച് മറ്റൊരാൾ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. എനിക്കെന്റെ ഉമ്മയെ അറിയുന്നത് പോലെ വേറെ ആർക്കും അറിയില്ല. അതുകൊണ്ട് നിനക്ക് വേറെ എന്ത് അഭിപ്രായവും പറയാം. എന്റെ ഉമ്മാനെ കുറിച്ച് നീ ഒരഭിപ്രായവും പറയേണ്ടതില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, വിവാഹം കഴിഞ്ഞ് പെണ്ണിന്റെ വലയിൽ വീണ് ഉമ്മാനെ കാണാൻ പോലും നേരം കാണാത്ത എത്രയെത്ര ആളുകളുണ്ടെന്നറിയുമോ? അടുത്തയുടെ ഗൾഫിൽ നിന്നൊരു സഹോദരൻ വിളിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സഹോദരന്റെ വേദന പറയാനാണ്. ഭാര്യയുടെ വലയിൽ വീണിട്ട് നാട്ടിൽ വരുന്നത് പോലും ഉമ്മ അറിയാറില്ല. നാട്ടിൽ വരുമ്പോ ഉമ്മാനെ കാണാൻ പോകാറില്ല. അവൻ വന്ന് അവളുടെ വീട്ടിലും നാട്ടിലും ജീവിച്ച് അമ്മായി അമ്മയ്ക്കും അമ്മോശൻ കാക്കാക്കും ഒക്കെ സേവനം ചെയ്തിട്ട് ഇവൻ നേരെ അങ്ങ് കയറുകയാണ്. എടാ, നീ എത്ര വലിയ കമ്പനിയുടെ മേലാളനായാലും ലോകത്ത് എത്ര വലിയ പണത്തിന്റെ മേൽക്കോയ്മയിൽ ജീവിച്ചാലും നിന്റെ ജീവിതം അപകടത്തിലാണ്. ഉമ്മാന്റെ ഒരിറ്റ് കണ്ണുനീര് നിനക്കെതിരെ അങ്ങ് വീണുപോയാൽ 1000 രാജ്യങ്ങളുടെ ബോംബ് വർഷത്തെക്കാളും വലിയ അപകടമാണ്. ഒരിക്കലും വന്നു പോകല്ലേ മോനെ.